ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് വെക്കേഷനിൽ ഇടുക്കി എന്ന് പറയും. ഒരു അടിപൊളി ഫീലാണ്. എന്താ പറയുക, കുറേ തേയിലത്തോട്ടം, കുന്ന്, മല, കാട്, അതിൻ്റെ നടുവ് കൂടെയൊക്കെ ബൈക്ക് ഓടിച്ച് വരും. പക്ഷേ ഈ വീഡിയോ ബൈക്ക് ഓടിച്ച് വരുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. ഈ വീഡിയോ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ് ഇടുക്കീൻ്റെ സ്വർഗം എന്നൊക്കെ പറയുന്നൊരു സ്ഥലത്ത്, സ്വർഗം മാത്രമല്ല, കുറച്ച് ക്രിസ്ത്യൻ മതപരമായിട്ട് കുറച്ച് വിശ്വാസമൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ എത്തിപ്പെട്ട് കാണാൻ കഴിയാത്ത കുറച്ച് ആളുകൾ, പ്രായപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതാണ് കാൽവരി മൗണ്ടിൻ്റെ എൻട്രൻസ് പോയിൻ്റ്. ഇവിടെ കാർ പാർക്കിംഗ്, കാറ്, ബൈക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഞാൻ ഇവിടുന്ന് എൻട്രി ഫീ ഉണ്ട് 25 പ്ലസ് 10 35 വിത്ത് പാർക്കിംഗ്. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നാൽ ഫസ്റ്റ് കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ഈ നേരെ കാണുന്നത് പെരിയാർ റിവറാണ്. അതിൻ്റെ നടുക്കുള്ള കുറച്ച് ഫോറസ്റ്റ് ഐലൻഡ്സാണ്. ശരിക്കും ഇത് ഇടുക്കി ഡാമിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. 6 കിലോമീറ്റർ ഡിഫറൻസ്, 6-7 കിലോമീറ്റർ മാക്സിമം. അതുകൊണ്ട് തന്നെ ആര് ഇടുക്കി ഡാം കാണാൻ വന്നാലും അവരൊന്ന് ഇവിടെ വന്ന് കാണാൻ മിസ് ചെയ്യരുത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം പെട്ടെന്നൊരു സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബിൽഡിങ് കാണുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേ സെറ്റപ്പൊക്കെ എക്കോ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുണ്ട്. അങ്ങനെ ഞാൻ മെല്ലെ മുകളിലേക്ക് വീണ്ടും ട്രക്ക് ചെയ്യാൻ തുടങ്ങി. ട്രക്കിങ് എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പെട്ടുള്ള ട്രക്കിംഗ് ഒന്നുമല്ല. എൻട്രൻസിൽ കുറച്ച് പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ കാണാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഈ കാൽവരി മൗണ്ട് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത ഒരു സ്ഥലത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാൽവരി മൗണ്ട് അതേ പ്ലേസിൻ്റെ പേര് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു മുകളിലൊരു കുരിശുണ്ട്. അത് കാണണമെങ്കിൽ, അവിടുത്തെ വ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് വരണം. അതായത് പ്രായപ്പെട്ട ആൾക്കാർക്കും പോകാൻ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത ഒരു മീഡിയം ലെവലിലുള്ളൊരു ട്രക്കിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത, കാൽവരി മൗണ്ടിൽ നീലക്കുറിഞ്ഞി പൂക്കാറുണ്ട് ഇതിൻ്റെ താഴ്വാരങ്ങളിൽ. നീലക്കുറിഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നീലക്കുറിഞ്ഞി 12 വർഷം എടുത്തിട്ടാണ് പൂവിടുക. ഒരു വട്ടം പൂവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് അവിടെ എൻഡ് ആവുകയാണ്. പിന്നീട് വീണ്ടും ഈ സീഡ്സിൽ നിന്ന് അടുത്ത ചെടി വളർന്ന് ഒരു 12 വർഷം എടുത്തിട്ട് പൂവിടും. ഇവിടുന്ന് ചുറ്റിലും 360 ഡിഗ്രിയിൽ അടിപൊളി വ്യൂവാണ്. ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുന്ന് കാണുന്നൊരു 360 വ്യൂ. ഇതിൻ്റെ സൈഡിലാണ് കുരിശുള്ളത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, താങ്ക് യു.